ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഹൂത്തികൾ. ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നിരോധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു. ഇനി ഈ മേഖലയിലൂടെ ഇസ്രായേലിലേക്കോ ഇസ്രായേലിൽ നിന്ന് തിരിച്ചോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകളോ പോവുകയാണെങ്കിൽ അത് തകർക്കപ്പെടും എന്ന തരത്തിലുള്ള ഒരു ഭീഷണി മുന്നറിയിപ്പും ഹൂത്തികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇറാനും ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ കക്ഷി ചേരാൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതും ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് മുഖ്യശത്രുവായിരിക്കുന്ന ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് എന്ന തരത്തിലുമുള്ള ഒരു മുന്നറിയിപ്പുകളും ഒരു പ്രസ്താവനയുമാണ് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കടൽ ഗതാഗതം ചെങ്കടൽ നിരോധിച്ചിരിക്കുകയാണ്. ഇനി ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ആക്രമിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. 400-500 കിലോമീറ്റർ ദൂരപരിധി വരെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് ഈ ചെങ്കടലിൻ്റെ ഭാഗമുള്ളത്. ഈ ഭാഗത്തിലൂടെയാണ് അന്താരാഷ്ട്ര മേഖലയിലൂടെ കപ്പലുകളൊക്കെ കടന്നു പോകുന്നത്. നിലവിൽ അമേരിക്കയും ഹൂത്തികളും തമ്മിൽ ഒരു ധാരണയുണ്ട്. ആ ധാരണ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബാബുൽ മന്ദബ് കടലിടുക്കും, ഗൾഫ് ഓഫ് ഏദൻ കടലിടുക്കും. അതിനോടനുബന്ധിച്ച് തന്നെ ഹുദൈദ, സലീഫ്, റാസിസ തുടങ്ങിയ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങൾ ആക്രമിക്കും. രണ്ട് മേഖലയും രണ്ട് ഭാഗം ചേർന്നുകൊണ്ട് ആക്രമിക്കപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കപ്പലുകളെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചില സൂചന ഇതിനോടനുബന്ധിച്ച് തന്നെ യമൻ പുറത്തുവിട്ടിട്ടുണ്ട്, അതായത് ഹൂത്തികൾ പുറത്തുവിട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ അവർ പറയാറില്ല. പക്ഷേ എങ്ങനെയാണ് ഈ കപ്പലുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സൈനിക ശ്രമം നടത്തുക എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: AIS സിസ്റ്റം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ഇനി ആവർത്തിച്ച് ഉപയോഗിക്കും. അഥവാ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റമാണ്. അത് ഒരു ഡാറ്റയാണ്. ഇത് പ്രയോഗിച്ചുകൊണ്ട് എല്ലാ വലിയ കപ്പലുകളും അവരുടെ പേര്, പതാക, രാജ്യം, ലക്ഷ്യ തുറമുഖം, ഉടമസ്ഥത സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യണമെന്നാണ് നിയമം. ഈ വിവരം സാറ്റലൈറ്റുകൾ വഴിയും പൊതു ഡാറ്റാ ബേസുകളിലൂടെയും തങ്ങൾക്ക് ലഭ്യമാകാറുണ്ട്. ആർക്കും ലഭ്യമാകും, തങ്ങൾക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹൈഫ, അഷ്ലോൺ ലക്ഷ്യമാകുന്ന കപ്പൽ ഏതൊക്കെ എന്ന് തങ്ങൾക്ക് കൃത്യമായിട്ടില്ല അറിയാം. ഇത് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ അത്തരം കപ്പലുകളെ ആക്രമിക്കുന്നതാണ്. ഹൂത്തികൾക്ക് സ്വന്തം നിരീക്ഷണ ശൃംഖലയും ഇറാൻ്റെ സഹായത്തോടെയുള്ള വിവരശേഖരം ഉണ്ടെന്നാണ് സുരക്ഷാ വിദഗ്ധർ ഈ വിഷയമായിട്ട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. 2250 കിലോമീറ്റർ നീളമുള്ള കടൽ പരപ്പാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. ഇതിൽ 400 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരപരിധി എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ അതിൽ 3/4 ഭാഗവും നിയന്ത്രിക്കുന്നത് ഒരു പരിധി വരെ ഹൂത്തികളാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാര്യം ഈ 500 കിലോമീറ്റർ പരിധി കഴിഞ്ഞതിന് ശേഷവും പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന് മുൻപായിട്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ആക്രമണ രീതികൾ അവലംബിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉപഗ്രഹ നിരീക്ഷണം, രഹസ്യാന്വേഷണ സംവിധാനം ഇവ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ അസ്തിത്വം അറിയാൻ വേണ്ടി സാധിക്കും. അതിനനുസരിച്ച് പ്രതികരണം ഉണ്ടാവും എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു. അതായത് കയറ്റുമതിയും ഇറക്കുമതിയും ഏറെക്കുറെ നിലച്ചു പോയിരിക്കുന്നു ഇസ്രായേലിൻ്റെ അകത്ത്. ടൂറിസം മേഖലയും അപ്പാടെ തകർന്നിരിക്കുന്നു. രാജ്യത്തിൻ്റെ കറൻസി മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലമാകുന്ന രീതിയിലാണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന, ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന മറ്റ് വിദേശ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനിക ഈ കോൺസുലേറ്റ്, എംബസി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ സുരക്ഷ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ മേഖല ആക്രമിക്കപ്പെടുമോ എന്ന ഭയത്താലാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ എംബസി, കോൺസുലേറ്റ് കാര്യങ്ങളെല്ലാം. കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക വിവരങ്ങളെല്ലാം ഇപ്പോൾ യമൻ്റെ ഭാഗത്ത് തന്നെ പുറത്തു വന്നിരിക്കുന്നു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 2025 കണക്ക് പ്രകാരം $58.8 ബില്യൺ ലാഭം ഇസ്രായേൽ ലഭിച്ചിട്ടുണ്ട്. ഹൈടെക് മെഡിക്കൽ, രാസവസ്തുക്കൾ, വജ്രം, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ അമേരിക്ക, ജർമ്മനി, നെതർലാൻഡ്, ഹോങ്കോങ്, അയർലൻഡ്, UK, ഫ്രാൻസ്,
ബെൽജിയം എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത ഇനത്തിലാണ് ഈ ലാഭം വന്നത്. 2026 ഏകദേശം മാർച്ച് മാസത്തോടായതോടുകൂടി ഇത്തരം കയറ്റുമതികളെല്ലാം നിന്നുപോയി. കമ്പനികളും ഫാക്ടറികളും അവിടേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ക്രോഡീകരിക്കപ്പെട്ട വസ്തുക്കൾ യഥോവിധം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പല മേഖലകളും പല ഫാക്ടറികളും സംവിധാനങ്ങളും അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കാൻ സാധിക്കും, പക്ഷേ വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. വിൽപ്പന നടത്തിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാകും. കാരണം ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ക്രോഡീകരിച്ച് വെച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. വിൽപ്പന നടത്തണം. അങ്ങനെ വരുമാനങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പല കമ്പനികളിലും അത് നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇസ്രായേലിലേക്ക് ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും നിയന്ത്രണം വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇറക്കുമതി ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. ക്രൂഡ് ഓയിൽ വൻതോതിൽ ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. പെട്രോളിയം അങ്ങനെ തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വാഹനങ്ങൾ, വാഹന ഭാഗങ്ങൾ, യന്ത്രസാമഗ്രികൾ, ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഭാഗങ്ങൾ, രാസവസ്തുക്കൾ, ലോഹങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ, അത് ഒരുപാട് ലിസ്റ്റ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതെല്ലാം ചൈന, അമേരിക്ക, ജർമ്മനി, തുർക്കി, ഇറ്റലി, ഇന്ത്യ, സൗത്ത് കൊറിയ, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. ഇതിലിപ്പോൾ തുർക്കിയുമായിട്ട് നയതന്ത്ര ബന്ധമില്ലാത്തത് കൊണ്ട് ഏറെക്കുറെ ഒരു വർഷത്തോളമായി, അപ്പോൾ അവർ ഒരു വർഷത്തിലധികമായി എന്നാണ് കാണുന്നത്. അവരുടെ വസ്തുക്കൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുകയോ അവരുടെ രാജ്യത്തേക്ക് എന്തെങ്കിലും ഇസ്രായേലിൻ്റെ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയോ ചെയ്യുന്നില്ല. കാര്യം അവർക്ക് വസ്തുക്കൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വയം പര്യാപ്തം നേടിയ രാജ്യമാണ് തുർക്കി. ഇറക്കുമതിയും കയറ്റുമതി ഇല്ലെങ്കിലൊക്കെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കും. സാമ്പത്തിക വരുമാനം അത്യാവശ്യമുണ്ട്. അങ്ങനത്തെ കുറേ ഗുണങ്ങൾ തുർക്കിക്കുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായ രീതിയിൽ സ്വയം പര്യാപ്തത നേടിയ രാജ്യമല്ല. ഈ ആയുധങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അതിനാവശ്യമായിരിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യണം. ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ കയറ്റുമതി ചെയ്യണം. അങ്ങനെ വിദേശ നാണ്യം നേടിത്തരുന്ന സമയത്ത് മാത്രമേ രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ മുന്നോട്ട് നീങ്ങുള്ളൂ. അതിപ്പോൾ ഇസ്രായേലിനില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം, ഹൂത്തികൾ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ, അതായത് ഹൂത്തികളുമായിട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടിയ രാജ്യമാണ് അമേരിക്ക. പക്ഷേ അമേരിക്കക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ അവർ മുൻപ് നടത്തിയ പ്രസ്താവനയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഭീകരവാദികളാണ്. ഈ പറയപ്പെട്ട ഇതേ ഭീകരവാദികളുമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നു, ചർച്ച നടത്തുന്നു, അങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നു. അഥവാ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കരുതെന്ന് ഹൂത്തികളോട് പറയുന്നു. അതിന് പ്രത്യുപകാരം എന്ന നിലക്ക് യമനിൽ കയറിയിട്ട് അമേരിക്കൻ സൈനികർ ആക്രമിക്കില്ലെന്ന് ഇങ്ങോട്ടും വാക്ക് കൊടുക്കുന്നു. ഈ രണ്ട് വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അന്നത്തെ യുദ്ധം അവസാനിച്ചതെന്ന് ചുരുക്കം. അതിൻ്റെ ആവർത്തനങ്ങൾ ഇനിയിപ്പോൾ ഇസ്രായേലുമായിട്ടുണ്ടാകുന്ന സമയത്ത് ഇതൊരു സമാധാന പ്രക്രിയയിലൂടെ അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് ഈ ഹൂത്തികൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചത്. അഥവാ ശക്തമായിരിക്കുന്ന ആക്രമണം എന്നല്ല, അവരെ സഹായിക്കുന്നവരെയും അവരോട് സഹായിക്കാൻ താല്പര്യം കാണിക്കുന്ന രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലപാടുകൾ വളരെ കണിശമായ രീതിയിലും കർക്കശമായ രീതിയിലും നീങ്ങുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഹൂത്തികൾ രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെങ്കടലിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീട് ഒരു അടക്കപ്പെട്ട അധ്യായമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓർമുസിൽ എന്താണോ ഇറാൻ ചെയ്യുന്നത് സമാനമായിരിക്കുന്ന പ്രവൃത്തിയായിരിക്കും യഥാർത്ഥത്തിൽ ചെങ്കടലിൽ ഹൂത്തികളും ചെയ്യുക. ഇത് രണ്ടും കൂടി ഈ നിലവിൽ വരുന്ന സമയത്ത് പെട്രോളിയം ഉൽപ്പന്നത്തിന് ഇപ്പോൾ ഉള്ള നിലവിലെ വിലയുടെ എത്ര ഇരട്ടി കൂടും എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങളൊന്ന് അമേരിക്ക തന്നെയാണ്. അമേരിക്കക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം സാമ്പത്തികപരമായിരിക്കുന്ന വലിയ തകർച്ചയിൽ ആ രാജ്യം നേരിടുന്നു. യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും ഇപ്പം അമേരിക്ക സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടി തുടങ്ങിയിട്ട് കുടുങ്ങിപ്പോയ ഒരു രീതിയാണ്.